ഈസ്റ്റർ സന്ദേശം നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ എങ്ങനെ സഹായിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ദ്രുത അവലോകനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ നിരന്തരമായ നെഗറ്റിവിറ്റിയും സമ്മർദ്ദവും മറികടക്കാൻ 2000 വർഷം പഴക്കമുള്ള ഈ ഈസ്റ്റർ കഥ എങ്ങനെ ഒരു കിടിലൻ സൈക്കോളജിക്കൽ ടൂളായി മാറുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, നമ്മുടെ തലച്ചോറും പ്രതീക്ഷയും തമ്മിലുള്ള ബന്ധം തന്നെ. നോക്കൂ, സോഷ്യൽ മീഡിയയിലെ നെഗറ്റിവിറ്റി എപ്പോഴും നമ്മുടെ തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡാലയെ വെറുതെ ഉത്തേജിപ്പിച്ച് ഉത്കണ്ഠ കൂട്ടുകയാണ് ചെയ്യുന്നത്. അമിഗ്ഡാല എന്ന് പറയുന്നത് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫയർ അലാറം പോലെയാണ് കേട്ടോ. എന്നാൽ ഈ അലാറം ഓഫാക്കി നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മെയിൻ സ്വിച്ചാണ് തലച്ചോറിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് വെറുമൊരു തോന്നലല്ല, അത് ഈ സ്വിച്ചിന്റെ കൃത്യമായ ശാസ്ത്രീയ പ്രവർത്തനമാണ്. രണ്ടാമതായി, ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ഈസ്റ്റർ കഥയും തമ്മിലുള്ള ബന്ധം. ഒരു പഴയ മതപരമായ കഥയ്ക്ക് എങ്ങനെ തികച്ചും ശാസ്ത്രീയമായ ഒരു തെറാപ്പിയായി മാറാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? ദുഃഖവെള്ളിയാഴ്ചയിലെ സഹനവും ഈസ്റ്റർ ഞായറാഴ്ചയിലെ ഉയർപ്പും മനുഷ്യന്റെ മാനസിക പ്രതിസന്ധികളെയും അതിജീവനത്തെയും വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. വേദനകളും തകർച്ചകളും ഒന്നിന്റെയും അവസാനമല്ല, മറിച്ച് മാറ്റങ്ങൾക്കുള്ള ഒരു പാലമാണെന്ന് ഇത് നമ്മുടെ തലച്ചോറിനെ പഠിപ്പിക്കുന്നു. അവസാനമായി, ഇന്നത്തെ യുവതലമുറയ്ക്കുള്ള പ്രായോഗിക പരിഹാരം ഇതാണ്. നിരന്തരമായ ഓൺലൈൻ സമ്മർദ്ദങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരോട് ഈ കഥ പറയുന്നത് വേദനകൾ യാഥാർത്ഥ്യമാണെങ്കിലും അതൊരിക്കലും ഒരു അവസാനമല്ല എന്നാണ്. ഇത് തീർച്ചയായും പ്രതിസന്ധികളെ നേരിടാനുള്ള നമ്മുടെ തലച്ചോറിന്റെ ശേഷി വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ, ഇരുട്ടുകളും തകർച്ചകളും ഒരിക്കലും അവസാനമല്ല, മറിച്ച് പുതിയൊരു മാറ്റത്തിലേക്കും ശോഭനമായ നാളേക്കും വേണ്ടിയുള്ള വെറുമൊരു ചവിട്ടുപടി മാത്രമാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്.